ഞങ്ങളെയൊക്കെ സഹായിച്ച് മതിയായില്ലേ നിനക്ക്? ഇനി ഞങ്ങളെ ദ്രോഹിക്കാനുള്ള പുറപ്പാടാണ്. അച്ഛാ, അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ആ, നീയൊന്നും ചെയ്തില്ല, ചെയ്യിച്ചു. അല്ലെങ്കിൽ ചെയ്യിക്കാൻ നോക്കുന്നു. അതൊന്നും വേണ്ട. എടാ, എൻ്റെ മോടെ ആത്മാവിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. നിനക്കെന്നാ നിർബന്ധം? നിർബന്ധം എനിക്ക് മാത്രമായിരുന്നില്ലല്ലോ. ദേ, മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നു. അതെ മനോഹര, ആത്മാവ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല. അതിനെ എത്രയും പെട്ടെന്ന് പരലോകത്ത് എത്തിക്കണം മനോഹര. മരിച്ച മനുഷ്യരുടെ ആത്മാക്കള് ഭൂമി വിട്ടു പോകാതിരിക്കുന്നത് ദോഷ. എൻ്റെ മോടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടെന്ന് നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞു? അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നില്ലേടാ. എന്ത് ലക്ഷണങ്ങള്? ഇവൻ ഓരോന്ന് പറയുന്നു, നിങ്ങളതൊക്കെ വിശ്വസിക്കുന്നു. അതല്ലേ ഇവിടെ നടക്കുന്നത്? ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയാൽ എന്താ കുഴപ്പം? അതെ, ആത്മാവ് പോയെന്നൊക്കെ അറിയാമല്ലോ. ആ, ശരത്തെ, ഈ കുടുംബത്തിൻ്റെ നാഥൻ ഞാനാ, നീയല്ല. നിത്യ എൻ്റെ മോളാ. എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവ് ഈ വീട്ടിലുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല, സന്തോഷവും. എൻ്റെ മോളുടെ ആത്മാവിനെ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ഈ നിമിഷം ഈ വീട് വിട്ടിറങ്ങാം. ഇവിടെ താമസിക്കണമെങ്കിലേ എൻ്റെ ഇഷ്ടത്തിന് താമസിക്കണം. അറ്റത്തിനെങ്കിലും പോവാം. ആരും ആരെയും തടയാൻ വരുന്നില്ല. അതെ, ഒരുതരം അഹങ്കാര വർത്തമാനാ നീ പറയുന്നേ. ഇതിന്റെ പേരിൽ അനർത്ഥങ്ങൾ സംഭവിച്ച ആര് സമാധാനം പറയൂടാ? അമ്മേ, മകനും മകളും മരിച്ചൊരു അച്ഛനാ ഞാൻ. അതിലും വലുതായിട്ട് എന്ത് അനർത്ഥമാണ് എനിക്ക് ഈ വീട്ടിൽ സംഭവിക്കാനുള്ള? കൂടി വന്നാൽ ഞാനങ്ങോട്ട് മരിക്കുമായിരിക്കും. എനിക്ക് സന്തോഷവും. അതുകൊണ്ട് ജ്യോത്സ്യനും വേണ്ട, ജ്യോതിഷവും വേണ്ട. ഇത് എൻ്റെ തീരുമാനമാണ്. എതിർക്കുന്നവരുടെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും.